ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്. ഇന്ന് നമ്മുടെ ടീം പറഞ്ഞാൽ വേറെ ആരല്ല ഡിസൈഡ് ചെയ്യാം. വീലാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ടീമൊക്കെ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ടീം ചിലപ്പോൾ ഒറ്റ ടീമാവും. ഇതിൽ നമ്മൾ കുറേ ടീമുകളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടീമിൽ നിന്ന് ഉള്ള പ്ലേയേഴ്സിനെ നമ്മൾ ഗെയിം പ്ലാനിലോട്ട് ഇടുകയുള്ളൂ. ഇതാണ് ഗെയിം പ്ലാൻ. ഇപ്പോൾ നമ്മൾ ലോട്ടോ ഗെയിം പ്ലാനാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഗുഡ് ആയിക്കോളുമല്ലോ. അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ഓൺലൈൻ വെച്ച് കളിക്കും. തോറ്റാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലേ, അത് ഞാൻ ആലോചിക്കും. നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൊക്കെ നിന്ന് നോക്കിയേക്കുക. ഒരു 100 സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്പിൻ ചെയ്യാൻ പോവാം. റെഡി സ്റ്റഡി ഗോ. ആദ്യം സ്പിന്നിൽ ഏത് ടീമിനെ കിട്ടും നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓ, ഇറ്റ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിക്കോ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ അത്ലറ്റിക്കോ പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അത്ലറ്റിക്കോ അവിടെ നിന്നോട്ടെ അല്ലേ. നമുക്കിന്നാ എന്താ പറയുക ഗൈസ്, ഇതൊക്കെ എന്താ ഞാനേ ഇത് നോക്കുകയായിരുന്നു. നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ഒരു നല്ല പ്ലെയറിനെ നമുക്ക് ഇതിലോട്ട് ഇറക്കാം. ക്ലബ്ബ് യൂറോപ്പ് പറഞ്ഞ പോലെ അത്ലറ്റിക്കോ ഇല്ല. ലിങ്ക് അറിയാനിട്ടൊന്നുമില്ല. സ്പാനിഷ് ലീഗാണ്. സ്പാനിഷ് ലീഗ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതായത് ഇതിനും മാഡ്രിഡ് റോസാസ് എന്നാണല്ലോ. യെസ്, നമുക്ക് വേണ്ട ആൾ അത്ലറ്റിക്കോ മാഡ്രിഡിലുണ്ട് കേട്ടോ. ഇറ്റ്സ് ഡിയാഗോ ഫോർലാൻ. നമ്മൾ ഫോർലാൻ്റെ ആദ്യ പ്ലെയർ തന്നെ നമ്മളെ ടീമിക്ക് വീരാണ് ഡിസൈഡ് ചെയ്തത്, വേറെ ആരുമല്ല. ഇറ്റ്സ് ഡിയാഗോ ഫോർലാൻ. ഇപ്പോൾ ലൊട്ട കോച്ചൊക്കെ ആവും. കോച്ചിന് വേണ്ടി വേറെ സ്പിന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്ലെയർ ആരാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഇതെന്താ ഇത് തന്നെയാണ് അടുത്തു. ഗൈസ്, ഒരു സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് നമ്മൾ ഫോർലാനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പിൻ ചെയ്യല്ലേ. ചെയ്തു ഗൈസ്. ഏത് കിട്ടും കണ്ടറിയാം. അത്ലറ്റിക്കോ തന്നെ കിട്ടിയോ? ഇല്ല, ടോട്ടൻഹാം ഗൈസ്. ടോട്ടൻഹാമിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ടോട്ടൻഹാമിലുണ്ടോ ഇതിൻ്റെയൊക്കെ പ്ലേയേഴ്സ് നോക്കണമല്ലോ. ടോട്ടൻഹാമിൽ നമുക്ക് തപ്പിയേക്കാം. ടോട്ടൻഹാം പ്രീമിയർ ലീഗ് എല്ലിനോ ശരി പറഞ്ഞാൽ ഇറ്റാലിയൻ ലീഗല്ല, സ്പാനിഷ് ലീഗല്ല, ഇംഗ്ലീഷ് ലീഗാ. ടോട്ടൻഹാം ഇംഗ്ലീഷ് ലീഗല്ലേ ആണെന്ന് തോന്നുന്നു. അവരെല്ലാം തപ്പി കാണില്ല. ടോട്ടൻഹാം WB ഗൈസ്. നമ്മൾ ടോട്ടൻഹാം ഒക്കെയുണ്ട് ഗൈസ്. നമുക്ക് എനിക്ക് പറ്റിയതല്ല. ഇത് രണ്ടും ഇരട്ട പ്ലേയേഴ്സുമാണ്. നമ്മൾ ഇതിൽ രണ്ടുള്ള ആരെങ്കിലും ഇറക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവനെ ഇറക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈറ്റ് ബാക്ക് നമുക്ക് ഷോക്കാണ്. അപ്പോൾ ടോട്ടൻഹാമിൽ നിന്ന് നമുക്ക് നല്ലതായിട്ടൊന്നും കിട്ടിയില്ല. അത് നമുക്ക് ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് സ്പിൻ ഏതെങ്കിലും നല്ല രാജ്യം കിട്ടണമേ, അല്ല രാജ്യമല്ല ക്ലബ്ബ് കിട്ടണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കണം. വീണ്ടും വന്ന ക്ലബ്ബ് തന്നെ കിട്ടിയാൽ വേണ്ട വെച്ചാണ്. അവിടെ തന്നെ നിന്നോട്ട് നല്ല രസമല്ലേ. യെസ്, ഇറ്റ്സ് യുവൻറ്റൂസ്. യുവൻറ്റൂസിൽ ഇന്ത്യക്ക് നല്ല ആൾക്കാരുണ്ട് ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം ഗൈസ്. ഇതെന്തോ പരസ്യം ആണ് ഗൈസ്. ഇത് ഒരു സീനായിട്ടുണ്ടല്ലോ ഗൈസ്. ഒരു സീനുണ്ട്. ഇല്ല, വലിയ സീനൊന്നുമില്ല. പോക്കാണെങ്കിൽ സീനുണ്ടേനോ. ഇതൊക്കെ റെഡിയാക്കിക്കണേ ഗൈസ്. അത് നമുക്ക് കിട്ടിയ ക്ലബ്ബ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. യുവൻറ്റൂസാണ് നമുക്ക് കിട്ടിയ ക്ലബ്ബ്. അപ്പം നമുക്ക് എന്തായാലും യുവൻറ്റൂസ് പോയി നോക്കണം. യൂറോപ്പ് യുവൻറ്റൂസ് പറഞ്ഞ മാതിരിയിലാണ്. ഇറ്റാലിയൻ ലീഗല്ലേ ആണ്, നമുക്കറിയാം.
ഞങ്ങൾ തപ്പണം. ഇതിൽ യുവൻറ്റൂസിനെ കൊടുത്തേക്കണേ. യുവൻറ്റൂസിന് അല്ല, ഇതിൽ യുവൻറ്റൂസ് നല്ല കൊടുത്തേക്കണേ. ഇതിലെന്താ ഇനി കൊടുത്തേക്കണേ എനിക്കറിയില്ല. ഇതല്ല കൊടുത്തേക്കണേ പ്യൂമോൻ്റെ ബിയൻ. എനിക്കറിയാം, പ്യൂമോൻ്റെ ബിയനാണ് യുവൻറ്റൂസിന് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, നമ്മുടെ ഡെൽപിയറോ ഒക്കെ വന്നിരുന്നു. യുവൻറ്റൂസിന് ഇങ്ങനത്തെ ഒറ്റ പ്ലേയേഴ്സാണ്. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്തു? കൊണാമി അല്ല, കൊണാമിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വീരണ്ണ, ഞാൻ നിങ്ങളെന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടില്ല. എന്നിട്ടോ എന്നോട് ഇച്ചാതി വേണ്ടേനു. കുഴപ്പമില്ല ഗൈസ്. അപ്രാവശ്യം നമുക്ക് 2 പ്രാവശ്യം ശോക അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നല്ലതെല്ലാം കിട്ടിയാൽ മതി. നല്ല ക്ലബ്ബ് എല്ലാം തന്നു നോക്കിയൂടെ ഇവർക്ക്? 3 ക്ലബ്ബ് ഇപ്പോൾ കിട്ടി. 3 ക്ലബ്ബിൽ ആകെ നല്ല ഫോർലാനാണ്. ഇറ്റ്സ് ഇന്റർ മിലാൻ. ഇന്റർ മിലാനിൽ ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർ മിലാനിൽ ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇതൊക്കെ പരസ്യം കേട്ടോ. ഇന്റർ മിലാനിലല്ലേ ലൗട്ടാറോ മാർട്ടിനസ്. I think he is in my squad. തപ്പണല്ലോ. തപ്പില്ല. അതിൽ അല്ല, ഇന്റർ മിലാൻ, യൂറോപ്പ്, ഇറ്റലി, ഇന്റർ മിലാൻ, ഇന്റർനാഷണൽ മിലാൻ. Guys, I have a left back, Javier Zanetti കേട്ടോ, നമ്മളെ ലെഫ്റ്റ് ബാക്ക്. ഗൈസ് അത് എനിക്കിഷ്ടമായി. ഒരു വട്ടം നല്ല തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 വട്ടം നല്ല സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലാണ് കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് അടുത്ത സ്പിന്നറിലോട്ട് പോവാം. ഇനി അതേമാരത്തെ നല്ല പ്ലേയേഴ്സിനെ തന്നൂടെ എപ്പോഴും അവർക്ക്. അത് ഞാൻ പറയണേ, ഫസ്റ്റ് സ്പിൻ അത്ലറ്റിക്കോ തന്നു, അടിപൊളിച്ചു. പിന്നെ ഇത് രണ്ടും പോരാ, പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം. ഗൈസ് ഇതാരാണ്? യുവൻറ്റൂസ് ആണെങ്കിൽ നടക്കില്ല. ഗൈസ് നമുക്ക് ഹൈഡ് സ്ലൈസ്. അതെന്താ സംഭവം? ഹൈഡ് സ്ലൈസ് ഇല്ല ഗൈസ്. അങ്ങനെ പോക്കാം ഗൈസ്, ഞാൻ ഇപ്പോൾ അറിയണേ. അപ്പോൾ യുവൻറ്റൂസ് ഇല്ല കേട്ടോ. യുവൻറ്റൂസ് നമ്മൾ ഒരിടെ കിട്ടിയ ക്ലബ്ബാണ്, നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നതല്ല. ഗൈസ് നെക്സ്റ്റ് ടൈം ആൾസോ ഇന്റർ മിലാൻ. അതും ഹൈഡ് സ്ലൈസ് ഒക്കെ അത് നമുക്ക് കറക്കാം. ഇപ്രാവശ്യം നല്ല കിട്ടും ഗൈസ്. എൻ്റെ പ്രാവസനുണ്ട്. PSG FC ബയാൻ അവിടെ നിന്നോട്ടെ. അത്ലറ്റിക്കോ അല്ലേ? FC ബയാണിൽ നല്ല ഉണ്ടാവില്ല ഇന്ത്യക്ക്. FC ബയാണല്ലേ, നമുക്ക് നോക്കാമല്ലോ. യൂറോപ്പല്ലേ FC ബയാണ്. ബെൽജിയൻ ലീഗ. നമുക്ക് ഏതാ ലീഗ്? റിയൽ ബുണ്ടസ് ലീഗ. ഇതിൽ ബുണ്ടസ് ലീഗ അവരുടെ കൊടുത്തു. നമുക്ക് അതേഴ്സിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതേഴ്സിലൊന്നും ഇല്ല ഗൈസ്. ബുഡോസൈഡോട്ടിനൊക്കെ നമുക്ക് കൊടുത്തുക്കണം. അപ്പോൾ അതേഴ്സിലല്ല. സ്വിസ് ലീഗും ബെൽജിയൻ ലീഗ. ഇനി ബയേൺ ഇനി ഏതിലാണ് എനിക്കറിയില്ല. സ്കോട്ടിഷ്, ഇംഗ്ലീഷ് ലീഗ് ഇല്ല. അതേഴ്സിലുണ്ടാവുണ്ടാണല്ലോ. അതേഴ്സിലാണ് ആദ്യമൊക്കെ ഉള്ളത്. ബയേണിൻ്റെ ചിഹ്നം മാറിക്കണമെന്ന് എനിക്കറിയാം. നമുക്ക് കൂടുതൽ എല്ലാം നോക്കേണ്ടി വരുമല്ലോ. ലീഗ് 1 മെക്ഡൊണാൾഡ്സ് നോക്കാം. ഇത് ലീഗ് 1 ആണല്ലോ അല്ലേ? ലീഗ് 1 കിട്ടിയിട്ടുണ്ട്. ഇനി ബി വെച്ചിട്ടുള്ള ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ബുണ്ടസ് ലീഗ, ലീഗ പോർച്ചുഗൽ, ഡാനിഷ് ലീഗ്. ഡാനിഷ് ലീഗും അല്ല ഗൈസ്. ഏത് ലീഗിലാണ് ബയാണുള്ളത്? വല്ലാത്തൊരു കഥ തന്നെ ആയിപ്പോയി. ബയാണ് ലീഗിലാ? ഇതിൽ തന്നെ ഇതിലുമില്ല. ബയാൻ സെർച്ച് ചെയ്തെടുക്കാൻ കഴിയുണ്ടെങ്കിലേ ഞാൻ കൊടുത്തു. ഈ ഫുട്ബോളാണെങ്കിലേ അങ്ങനത്തൊന്നും ഇല്ല. ബുണ്ടസ് ലീഗ് ഒന്നും എഴുതി കൊടുക്കൂലല്ലോ. ലീഗ് 2 BK ടീം അതിലെങ്കിലും ഉണ്ടോ? ഇല്ല, അതിലും ഇല്ല ഗൈസ്. സൗത്ത് അമേരിക്ക ഒന്നുമല്ലല്ലോ പറയണേ ഗൈസ്. സ്വിസ് ലീഗ് അതിലുമില്ല. യൂറോപ്പ് നിങ്ങൾ കിടണം. ലീഗ് ഇതിലുണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇല്ല, സ്പോർട്ടിങ് CP ഒക്കെ ഉണ്ട്. ഓ, എങ്കിലും ഏതെങ്കിലും ഉണ്ടാവുമോ?
ഇറ്റാലിയൻ ലീഗ് സെക്കൻഡ് ഡിവിഷൻ. അതിലും ഇല്ല. പേരുകൾ കൊണ്ടുപോകണോ? സ്പാനിഷ് ലീഗ് സെക്കൻഡ് ഡിവിഷൻ, അതിലും ഇല്ല. ഇതിൽ ഒന്നും കൂടി നോക്കാമല്ലോ കേട്ടോ. അതിലും കൂടി നോക്കിയിട്ടില്ലാണെങ്കിൽ വേറെ ലീഗ് പോകണം. അതിലും ഇല്ല. സൗത്ത് അമേരിക്കയെ പോയി പിടിച്ച് നോക്കാം. കൊളംബിയൻ ലീഗിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മാതിരി ബയേൺ എയിലാണ്. സൗത്ത് അമേരിക്ക അതേഴ്സ് ആദ്യം പോയി നോക്കാം. അതേഴ്സിലെല്ലാം ഉണ്ടാവും ചിലപ്പോൾ. അതേഴ്സിലില്ല കേട്ടോ. സൗത്ത് അമേരിക്കയിൽ അതേഴ്സിലില്ല. അർജൻറ്റീന ഇതിലാണോ? സോറി, സൗത്ത് അമേരിക്ക. ബ്രസീലിയൻ ലീഗിലൊന്നും ഉണ്ടാവില്ല. സൗത്ത് അമേരിക്ക അല്ല, നോർത്ത് അമേരിക്ക പിടിക്കുക. അതിൻ്റെ അതേഴ്സ് പോയാക്കിയില്ല. അപ്പം എനിക്ക് നോർത്ത് അമേരിക്കയിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട്. നമുക്ക് നോർത്ത് അമേരിക്കയിലല്ല ഇവർ. ബയോൺ എവിടെയെങ്കിലും FC ഞാൻ കൊണ്ടുപോകില്ല. ലാസ്റ്റ് ഏഷ്യ ഓഷ്യാനിയ. ആദ്യം നമുക്ക് അതേഴ്സിൽ പോയി നോക്കാം. അപ്പോൾ അതേഴ്സിൽ ഇല്ല. എനിക്ക് ടീമിൻ്റെ ചിഹ്നം അറിയാമല്ലോ, അതുകൊണ്ടാണ്. നാല് പേര് ഏത് രീതിയിലാണ്? കൊറിയൻ ലീഗ് തന്നെ ഉറപ്പിച്ചില്ല. എന്നാൽ പിന്നെ ഉറപ്പിച്ചോ. മെജി യൂസ് ചോച്ചാ. ഒരു മിനിറ്റ്, നമുക്ക് ഒരു വഴിയുണ്ട്. ഞാൻ ഇതെങ്ങനെ എടുത്ത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇവിടെ ബയാൻ എടുത്തിരുന്നു. ബയാൻ എടുത്ത് ഓർമ്മയില്ല. അത് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ വെച്ചിരുന്നു. ബയോൺ ഭൂലോകത്ത് പോയി കണ്ടുപിടിക്കാനാ. ഇപ്പം ബയോണല്ലേ ഒരുവർക്കാൻ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഓൻ ഇറക്കാനേ ഉള്ളൂ. ഒരു ബയൺ പ്ലെയറിനെ കിട്ടിയാണ്. നമ്മൾ ബയണിനെ തപ്പണമൊന്നുമില്ല. ഗോൾ കീപ്പർ സെറ്റായിട്ടാ. ബയോൺ എനിക്ക് തന്നെ ഒരു ഗോൾ കീപ്പർ വന്നിട്ടുണ്ട്. കുറേ നേരം തപ്പി, വെറുതെ തപ്പിന്ന് പറയാം. നമുക്കിനി കറക്കാം. അപ്പോൾ ബയോണ് പോയിക്കുണ്ടാവും. ബയോണ് പോയി. ഇനി നമുക്ക് വേറെ നല്ല ക്ലബ്ബ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. അത് ഞാൻ FC ബയറിന് പോക്കാനും മറന്നല്ല. ടോട്ടൻഹാം അതിലേതിനെ കൂടി നമ്മൾ വീണ്ടും നോക്കി. ഹാർഡ് സ്ലൈസ് അവരവിടെ കിട്ടിയോല്ലോ കേട്ടോ. അത് നല്ല ഏതെങ്കിലും ക്ലബ്ബ് വരട്ടെ, അടിപൊളി ക്ലബ്ബ്. മാൻ സിറ്റി കാശ് അവിടെ നോക്കാം. മാൻ സിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പറഞ്ഞ മാതിരി. മാൻ സിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാക്കൂല. കാരണം എന്താ വെച്ചാൽ മാൻ സിറ്റിയിൽ പേരല്ലേ നല്ലേ. ഹാളൻ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? 2 സെൻട്രൽ ഫോർവേഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാൻ സിറ്റി നോക്കാം. ഇറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി ടൈം. ക്ലബ്ബ് പോവുക, യൂറോപ്പ് പോവുക. യൂറോപ്പ് പോയിട്ട് നമ്മൾ കുറേ നേരം കിടന്ന് തപ്പിയാണ് കേട്ടോ. ഇംഗ്ലീഷ് ലീഗല്ലേ മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ. മാഞ്ചസ്റ്റർ ബ്ലൂ. ഇതാ റോഡ്രി ഉണ്ട്, ഹാളൻ്റ് ഉണ്ട്. റോഡ്രിനെ ഇറക്കാം, ഹാളൻ്റിനെ ഇറക്കാം, എഡേഴ്സണിനെ ഇറക്കാം. നമുക്ക് ഹാളൻ്റിനെ ഇറക്കാം. എഡേഴ്സണൊന്നും വേണ്ട, കീപ്പറൊക്കെ റെഡിയാണ്. ഹാളൻ്റ് വേണ്ട, റോഡ്രി. നമുക്ക് ഹാളൻ്റിനെ ഇറക്കാം കാശ്. അതല്ലേ അതിൽ വേണ്ട. സെൻട്രൽ ഫോർവേഡ് 4 ഉണ്ട്. നോക്കിക്കോളും. നമുക്ക് DMF ഒന്നും കിട്ടിയിട്ടില്ല. ധോണി ഇറക്കാം. നമുക്ക് ഇനി അടുത്ത ആൾ ആരാൻ നോക്കാം. ഇനി നല്ല ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ മതിയാണ്. ഇതേമാതിരത്തെ ക്ലബ്ബ് സിറ്റി കുഴപ്പമില്ല. ഇങ്ങനെ ട്രൈ ചെയ്യാൻ പോകുന്ന ക്ലബ്ബുകളാണ്. നമുക്ക് കുഴപ്പമില്ല. അങ്ങനത്തെ നല്ല ക്ലബ്ബൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്. അത്ലറ്റിക്കോ നമ്മൾ കിട്ടിയതാണ്, ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് അത്ലറ്റിക്കോ നമ്മൾ പോകുന്നില്ല കേട്ടോ. അത്ലറ്റിക്കോനെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഏത് ക്ലബ്ബില്ല ഉണ്ടല്ലോ. ചെൽസി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെൽസി നല്ലതായിട്ട് ആരുണ്ട്. ചെൽസിന് എന്തോ ചെൽസി ആ ലീഗിലാ പോലും എനിക്കറിയാം. അറിയില്ലേനോ. ഇംഗ്ലീഷ് ലീഗിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്താ പോയേക്കാം. ആർസണൽ അതിനെ ഞാൻ അടിച്ചിട്ടില്ലാന്ന് തോന്നണം. ചെൽസി ബീതാ. I have a center forward from Chelsea. Where I love Fernando Torres.
പാമറിനെ ഇറക്കിയാലോ ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷേ ടോറസിനെ ഇറക്കാം ഗൈസ്. ഫെർണാണ്ടോ ടോറസ് ആണ് അടുത്ത പ്ലെയർ. കോച്ച് ഇവൻ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ താൽക്കാലികമായിട്ട് വെച്ചാണ്. നമ്മൾ മാറ്റാനുള്ള കോച്ചിനും വേറെ സ്പിന്നൊക്കെ ഉണ്ട്, അതിലൊരേ സ്പിന്നേ ചെയ്യുള്ളൂ കേട്ടോ ഗൈസ്. ഇതാണ് അടുത്ത സ്പിൻ ചെയ്യാണ്. നല്ലതിനും ക്ലബ്ബ് കിട്ടിയാൽ മതി വരും ഗൈസ്. ടോറസൊന്നും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാനുള്ളേ ഉള്ളൂ. ഭയം കിട്ടി നമ്മളിപ്പോൾ ഹൈഡ് സ്ലൈസ് ചെയ്യാം വേണമെന്നിട്ട് വേറെ ഒന്നും വിളിക്കും. ഭയം നമുക്കൊരോട്ടെ കിട്ടി ഗൈസ്, കൊണ്ട് ഉയർക്കാൻ നമ്മൾ ഇറക്കം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ബി ഇറ്റ്സ് ഓക്കെ. അല്ല ശരിയാണല്ലോ, ഇന്ത്യക്ക് ബിത്തെ പ്ലേയേഴ്സ് ഇല്ല, ഇന്ത്യക്ക് ബിത്തെ പ്ലേയേഴ്സ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ നമുക്ക് തപ്പി നോക്കാം. ക്ലബ്ബ് യൂറോപ്പ് എയിലേനോ നമ്മൾ തപ്പിയപ്പോൾ ബി കിട്ടീനല്ലോ. എയിലേനോ ശരി പറഞ്ഞാൽ ബെൽജിയൻ ലീഗിൽ അതേഴ്സിലാണ് ബി കിട്ടിയത്, എനിക്ക് ഉറപ്പാണ്. ഏതിലേനും എനിക്ക് ഓർമ്മയില്ല. ഇംഗ്ലീഷ് ലീഗ് പോയാക്കാമല്ലോ, അതേഴ്സ് ഇല്ല ഇംഗ്ലീഷ് ലീഗിൽ. അത് നമുക്ക് ഇറ്റാലിയൻ ലീഗിൽ പോയാക്കാമല്ലോ, അതിലും ഇല്ല അതേഴ്സ്. എയിലിരുന്നാലും അതേഴ്സിൽ ബെൽജിയൻ ലീഗിൽ തന്നെ ഉറപ്പിച്ച്, ബെൽജിയൻ ലീഗിൽ. പക്ഷെ അതേഴ്സ് ഇല്ലപ്പോൾ ഏലോ കിട്ടിയപ്പോൾ അതേഴ്സ് വരുന്നില്ല. ഈ അതേഴ്സ് തന്നെ കഴിച്ചു, ഞാൻ വെറുതെ ഒരു ക്ലബ് നോക്കിയോ. ബൊറൂസിയ ഡോർട്ട്മണ്ട് ഗൈസ്, ഒരേ ഒരാളേ ഉള്ളൂ ഇനി, ജൂഡ് ബെല്ലിംഗ്ഹാം. ഓനാക്കണാവും നല്ലത്. ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇനി, ആൾക്കാരൊക്കെ ഇപ്പോൾ നല്ല ടീമൊന്നും കിട്ടണില്ല, അതുകൊണ്ടാണ് ഗൈസ്. നമ്മൾ അടുത്ത സ്പിന്നുമായി വന്നിട്ടുണ്ട് വീണ്ടും. ഇതിലില്ലേ എത്ര ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഇതിൽ ഒഴിവാക്കാൻ ഏതെങ്കിലും ഉണ്ടാവും. ഒഴിവാക്കാനൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതാണ്. നമുക്ക് കറക്കാം. ഞങ്ങൾ കിട്ടിയ നല്ല ക്ലബ്ബാണോ, ലിവർപൂൾ ഓർ എ സി മിലാൻ. ഇറ്റ്സ് ഓക്കെ, എ സി മിലാനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സെൻട്രൽ ബാക്ക് റെഡി ആയില്ല, അറ്റാക്ക് മിഡിൽ ഫീൽഡർ റെഡി ആയില്ല. കുറച്ച് ആൾക്കാരും കൂടി ഉള്ളൂ റെഡി ആവാനേ ഗൈസ്. ഇത് സീനാണല്ലോ. ഏതാണ് ക്ലബ്ബ് പറഞ്ഞാൽ ഗൈസായി മറന്നുപോയി, ഏതാണ് ക്ലബ്ബ് ഗൈസ്? എ സി മിലാൻ. ഇറ്റാലിയൻ ലീഗ് തന്നെ പോട്ടെ, ഇറ്റാലിയൻ ലീഗ് പോട്ടെ. എ സി മിലാൻ ഇതാ പോട്ടെ. സിമിലാനിൽ നമ്മളൊക്കെ ഡൊണാഡോണി ഉണ്ട്, റൈക്കാർഡ് ഉണ്ട്. നമ്മൾ ഡൊണാഡോണിനെ ഇറക്കും. അറ്റാക്ക് മിഡിൽ ഫീൽഡർ റെഡി ആട്ടാ, അത് ഇനി റെഡി അല്ല പറയണ്ട. അറ്റാക്ക് മിഡിൽ ഫീൽഡർ റെഡി. ഇനി 2 പൊസിഷനെ റെഡി ആവുന്നുള്ളൂ. ഇറ്റ്സ് സെൻറ്റർ ബാക്ക്. ഈ 2 നല്ല ബാക്കിന് പറ്റിയത് തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ചടപടേ മൂഞ്ചി. യെസ്, നമ്മൾ മിക്കവാറും കൊളായിണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കതില്ല. ഈ 2 സ്പിന്നും കൂടെ ഉള്ളൂ, അതിൽ 2ലും സെൻറ്റർ ബാക്കിന് പറ്റി ഗൈസ്. റയൽ മാഡ്രിഡ്, ഇന്ത്യക്ക് റയൽ മാഡ്രിഡ്. ഹുയ്സുണ്ട് ഗൈസ്. ഇത് ഞാൻ വീലണ്ണെ റെസ്പെക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ 2 സെൻറ്റർ ബാക്കിന് വേണ്ടിയാണ് ഞാൻ കറക്കണത്, ആദ്യമേ പറഞ്ഞു. റയൽ മാഡ്രിഡ് തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ റയൽ മാഡ്രിഡിൽ ഒരു 1.5 പ്ലെയർ ഉണ്ട് സെൻറ്റർ ബാക്കിൽ. ഡീൻ ഹുയ്സൺ ഓനാണ് ഗൈസ്. ഹുയ്സൺ തന്നെ നമുക്ക് ഉണ്ട്. മാഡ്രിഡ് ചാമ്പ്യൻ ബി പോട്ടെ. ഗൈസ് ഫസ്റ്റ് ഇരിക്കുന്ന ആളാരോഗ്യം. ഗൈസ് ഇത് വല്ലാത്ത ചതിയായിപ്പോയല്ലോ. റയൽ ഇന്ത്യക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കിലിയൻ എംബാപ്പേനെ വേണമെങ്കിൽ ഇറക്കുക റൈറ്റ് വിങ്ങിൽ. പക്ഷേ റൈറ്റ് വിങ്ങിലൊക്കെ ആൾക്കാർ റെഡി ആക്കണേ. ഇതൊന്നും ഇറക്കിയില്ലെങ്കിൽ നമ്മൾ ഈ കളി റെഡി ആവില്ല. ദീൻ ഹുയ്സൺ തന്നെ നമുക്ക് ഇറക്കാം. സെൻറ്റർ ബാക്ക് തന്നെ കഴിയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഓണി ഇറക്കിയിട്ടുണ്ട്. ലാസ്റ്റ് സ്പിന്നാട്ടാ. ഇതിൽ സെൻറ്റർ ബാക്കുള്ള ഒരു ടീമും കൂടി വേണം, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയില്ലാണെങ്കിൽ അത് നല്ല ആളെ എടുത്ത് നമ്മൾ സെൻറ്റർ ബാക്കിനെ നിർത്തേണ്ടി വരും. ആ ഒരു അവസ്ഥയെ നിൽക്കുകയാണ് നമ്മൾ ഗൈസ്. നല്ല ഏതെങ്കിലും പ്ലീസ്. റയൽ മാഡ്രിഡ് നമ്മൾ ഒഴിവാക്കാൻ മറന്നുണ്ട്. പിന്നല്ലോ ഒരു CB ഉള്ള ക്ലബ്ബ്, അത്രയേ ഉള്ളൂ ആഗ്രഹം. ബാർസലോണ ഇന്ത്യക്ക് CB ഉണ്ടാ? ഐ ഡോണ്ട് ഹാവ് CB. കൂണ്ടയൊക്കെ ഉണ്ട്, ഉണ്ടാവുമായിരിക്കും, നോക്കാമല്ലോ.
ഗൈസ് ലാസ്റ്റ് സ്പിന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബാഴ്സലോണയാണ് കിട്ടിയത്. എൻ്റെ ഡ്രീം ടീമാണ് എനിക്ക് കിട്ടിയത് ഗൈസ്. അതിൽ പക്ഷേ ഇതിൻ്റെയൊക്കെ CB ഉണ്ടോ എന്ന് എനിക്കറിയില്ല. FC ബാഴ്സലോണ ഗൈസ്. RB ഉണ്ട്. ഒരു മിനിറ്റ്, അത് CB ക്കുമോ? ഇപ്പം CB കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു 1.5 പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് ബെല്ലൈറ്റിന് ഇറക്കാൻ കഴിയില്ല, ജൂലിനൊന്നും ഇറക്കാൻ കഴിയില്ല ഗൈസ്. നമുക്ക് പ്ലെയേഴ്സൊക്കെ ഉള്ളത് ബാഴ്സലോണയിലാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറക്കാൻ കഴിയൂല. ഇനിയിപ്പോൾ നമുക്ക് കൂണ്ടേനെടുത്ത് ഇറക്കാം ഗൈസ്. ജൂൾസ് കൂണ്ടേ നല്ല ബാക്ക് പോകാനേ ഉള്ളൂ ഗൈസ്. ഹീസ് ഓൺലി ഐ ഹാവ് എ ബാക്ക്. ഇറക്കല്ലേ? ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കോച്ചാണ് മോനെ. കോച്ച് ഒരേ ഒരു സ്പിന്ന് ചെയ്തിട്ട് നമ്മൾ കറക്കുള്ളൂ. ആ ഒരു സ്പിന്നിൽ കിട്ടണ ആളായിട്ട് നമ്മൾ കളിക്കുകയും ചെയ്യും ഗൈസ്. സോറോ GP, റൈക്കാർഡ്, മൈക്കൽ അർട്ടേറ്റ, ലൂയിസ് അറോവൻ, സാബി അലോൺസോ, പെപ് ഗാർഡിയോള, സെസ് ഫാബ്രിഗാസ് ആൻഡ് ഗട്ടൂസോ, റൂബൻ അമോറിം, ഒക്കാൻ ബ്രൂക്ക് പറയണ സാബി അലോൺസോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കറക്കാൻ പോണേ ഗൈസ്. 6 കിട്ടിയാലും കുഴപ്പമില്ല. 0 CP അല്ല, അതൊന്നും മതി. 0 CP അല്ല. റൂബൻ അമോറിം ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഇറ്റ്സ് ഓക്കെ. റൂബൻ അമോറിമാണ് കിട്ടിയിട്ടുള്ളത്. റൂബൻ അമോറിം നല്ലൊരു മാനേജർ തന്നെയാണ്. ചേഞ്ച് മാനേജർ റൂബൻ അമോറിം ഗൈസ്. എന്നിട്ട് അഡ്വൈഡ് ആക്കാം. ചേഞ്ച് ടീം പ്ലേ സ്റ്റൈൽ വെക്കണം ഗൈസ്. ടീം പ്ലേ സ്റ്റൈൽ അഡ്വൈഡ് ഗൈസ്. ഇതായിട്ടാണ് നമ്മുടെ ടീം. 2614. കാരണം ഇവർ മൂന്നാണെങ്കിൽ കൂട്ടാനൊക്കെ കഴിയും. ജോബിനെ കൂട്ടാം, ബെനെ കൂട്ടാം ഗൈസ്. എന്തെങ്കിലും ചാൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ബെല്ലൈറ്റിനെ ഇവിടെ ഇറക്കാം. ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ ഏതൊക്കെ ടീമുണ്ടല്ലോ? അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്, ചെൽസി ഉണ്ട്, AC മിലാൻ ഉണ്ട്, ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഉണ്ട്, യുവന്റസ് ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, ഇന്റർ മിലാൻ ഉണ്ട്, ബാഴ്സലോണ ഉണ്ട്, റയൽ മാഡ്രിഡ് ഉണ്ട്, ബയേൺ ഉണ്ട്, ടോട്ടൻഹാമും ഉണ്ട് ഗൈസ്. ഇല്ലാത്ത ക്ലബ്ബൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്കൊന്ന് ഫോർമേഷൻ മാറ്റി പിടിക്കണം ഗൈസ്. ലെഫ്റ്റിൽ നിന്ന് ജോബ് ബെല്ലിംഗ്ഹാം അറ്റാക്ക് മിഡിൽ ഫീൽഡർ പോലേ ഗൈസ്. അറ്റാക്ക് മിഡിൽ ഫീൽഡർ പോലേ അവിടെ നോട്ടെ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഇറക്കവന. എൻ്റെ ട്രിക്കൊക്കെ ഉണ്ട് ഗൈസ്. ഐ ഹാവ് സോ മെനി ട്രിക്സ്. അപ്പോൾ ഇനി ഇതിനും കൂടി നമ്മൾ സ്പിന്നെ ചെയ്യുന്ന 4-1-1-4 അല്ല 4-2-4 അല്ല 4-1-1-4 ആയിട്ടേ വരുള്ളൂ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ എൻ്റെ റോളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. 4-1-1-4 ആയി. പക്ഷെ എന്നാലും ഈ ഫോർമേഷൻ വേണ്ടാന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഫോർമേഷൻ. അതുകൊണ്ട് ഞാൻ 4-1-5 വെക്കണം. സെൻട്രൽ മിഡ്ഫീൽഡർ എടുക്കട്ടെ. നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് വേണ്ട, ഇങ്ങനെ കട്ടെ. എന്നിട്ട് ഇവനെ നമുക്ക് അറ്റാക്ക് മിഡ്ഫീൽഡർ വെക്കാം. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് വേണ്ട, അതന്നെ അങ്ങനെ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് അറ്റാക്ക് മിഡ്ഫീൽഡർ വെക്കാം. ഇതിലൊരു പ്ലെയറിനെ വിൽക്കാറില്ല. ഞാൻ വിൽക്കൽ ഉറപ്പായിട്ടും ജോബ് ബെല്ലിംഗ്ഹാമിനെ ആവും, അല്ലെങ്കിൽ യുവന്റസ് തോനെ. നമുക്ക് ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കളിയിലോട്ട് കിടക്കും കേട്ടോ. ഓൺലൈൻ മാച്ച് ബിഗിൻസ് വിത്ത് യു. ഇതിൽ നല്ലൊരാളെ വിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല ഫോർലാണെന്ന്. കാരണം എന്താ വെച്ചാൽ ഖത്തർക്കും ബെസ്റ്റ് പ്ലെയറുള്ളതാണ് ഫോർലാനൊക്കെ. ഫോണൊക്കെ വിറ്റാൽ എനിക്ക് വിഷമമാവാതെ പോയില്ല ഗൈസ്. നമുക്ക് ഇനി ഓപ്പോണൻറ്റ് വരാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓപ്പോണൻറ്റ് എത്തിയിട്ടുണ്ട്. പിന്നെ ഓപ്പോണൻറ്റ് ശേഷം ഉണ്ടാവും ഏത് ടീമടെ ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞു, മാഡ്രിഡ് ചാപ്റ്റൻ ബി ആണ് നമ്മൾ മെയിൻ ഇത് വെച്ചുള്ള. അത് ബയോണ് എങ്ങനെ കിട്ടുന്നത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സ്കോഡൊന്നും മാറ്റാനൊന്നും കഴിയില്ല, നല്ല സ്കോഡ്. സെക്കൻഡ് ടീം ഇവിടെ ചെക്കനാണെങ്കിലോ വൻ കളിയിൽ ഇറങ്ങിയതാണ്. പൊട്ടിച്ചിട്ടേ പോലുള്ള വാശിക്ക് പോകാനും. എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡും പോലെ തന്നില്ല. അവരൊക്കെ തന്നിട്ട് ഞാൻ ക്യാൻറ്റോണിനടുത്ത് ഇറക്കിയതിനും ഉറപ്പായിട്ടും ബസ് അവരൊന്നും തന്നില്ല. ഒരു സ്പിന്നൊന്നും ചെയ്യണമായിരുന്നു എനിക്ക് തോന്നി. ഗൈസ് നമുക്ക് ഇനി അറ്റാക്ക് ഒന്നിനും കഴിയില്ല. ഒറ്റ ടീമുമാണ് ഗൈസ്. മോനാണെങ്കിൽ വലിയ ടീമുമാണ്.
നമ്മൾ എന്ത് ചെയ്യാനതൊക്കെ പൊട്ടാൻ മിക്കവാറും സാധ്യതയുണ്ട്. പൊട്ടിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് കയറി ഗൈസ്. ഇത് നമ്മുടെ ടീമിൻ്റെ ഐസി എന്നുള്ള ഇതാണ് നമ്മുടെ ടീമിൻ്റെ ഐസി. കുഴപ്പമില്ല, നമുക്ക് വെള്ളം കിട്ടില്ലല്ലോ. അതോ നമ്മളത് വെള്ളമാണ്. രാഹുൽ യുണൈറ്റഡ് ബോഴ്സിയ ടീമുണ്ട്. സെക്കൻഡ് ഭയങ്കര കളിയാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നമ്മളത് ഒറ്റ ടീമാണ്. കീപ്പറിന് ബാക്കിനും നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ട്രൈ ചെയ്യും ഗൈസ്. കഴിയുന്ന മാതിരി നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. രാഹുൽ യുണൈറ്റഡ് തന്നെ അല്ലേ ഗൈസ്. നമുക്കൊന്നും ബോളൊന്നും അങ്ങനെ കിട്ടൂല. വേറെ കാര്യം ജോബ് ബെല്ലിംഗ്ഹാമൊക്കെയാണ്. ബോളൊന്നും ഇവിടെ നിന്നൊന്നും കിട്ടില്ല. അത് നോക്കണ്ട. ഹുയ്സൺ കിട്ടും. ജോബ് ബെല്ലിംഗ്ഹാം ഗൈസ്. ലാഗും ഉണ്ട് കേട്ടോ. ഇതാണ് പ്രശ്നം ഗൈസ്. ഹുയ്സൺ, ജോബ് ബെല്ലിംഗ്ഹാം. ഒന്നും കൂടി കൊടുക്ക്. ഡൊനാഡോണി ഒന്ന് എടുക്കടാ. അവിടെ മൊത്തം ലോട്ടർ പ്ലേയേഴ്സാണ്. നിങ്ങളൊക്കെയാണ് ആകെ കളിച്ചണുള്ളൂ. നിങ്ങളൊക്കെ തന്നെ കളിച്ച് സപ്പോർട്ട് ചെയ്യണം. ഡൊനാഡോണി, ഡിയാഗോ ഫോർലാൻ, ടോറസ്, ജോബ് ബെല്ലിംഗ്ഹാം, ടോറസ്, ഫെർണാണ്ടോ ടോറസിനൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ ടീം വെച്ച് ആദ്യ ഗോൾ തന്നെ ടോറസാണ് കയറ്റിയിട്ടുണ്ട്. അവൻ്റെ റൈറ്റ് കാർഡൊക്കെ എന്നെ ടാക്കിൾ ചെയ്ത് വീഴ്ത്താൻ നോക്കി. ടോറസ് അങ്ങനെ വീഴൂല എന്ന് തന്നെ പറയാണ്. കളി തുടങ്ങിയപ്പോൾ തന്നെ ടോറസിൻ്റെ വക ഒരു ഗോളും വന്നിട്ടുണ്ട്. ഇപ്പം സമാധാനം ഇട്ടാ. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, കളി ഒരു ഗോളും പോലെ ഇട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒരു ഗോൾ ഇനിയിപ്പോൾ പൊട്ടിയാലും അന്തസ് പൊരുതി തോറ്റാടാ എന്ന് പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ നമ്മൾ കഴിയണമാതിരി കളിച്ചും ചെയ്തോണ്ട് ഒരു ഗോൾ കിട്ടുന്നത് അതന്നെ മതി നമ്മൾ പൊരുതി തോൽക്കാൻ. ഗൈസ് നെയ്മറിന് കൊടുത്തു തന്നാൽ ഞാൻ റൊണാൾഡോ കൊടുക്കും വിചാരിച്ചിരിക്കുകയാണ്. ജോബ് ബെല്ലിംഗ്ഹാം, എഡൻ സെഹ്റാഗവ. നമുക്ക് സ്കില്ലെടുക്കാമെന്ന് പറയുമോ ഗൈസ്? എനിക്കിഷ്ടമായി. ഡൊനാഡോണി, ബെല്ലിംഗ്ഹാം. നമുക്ക് അടിക്കാണ്ടറിയില്ല. ഞാൻ ഡൊനാഡോണിനെ കൊണ്ട് അടിപ്പിക്കണം, ബെല്ലിംഗ്ഹാമിനെ കൊണ്ട് പാസ് അടിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ലെഫ്റ്റ് വിങ് ഇല്ല, റൈറ്റ് വിങ് ഉണ്ട്. ഒരു പോരാത്ത ഫോർമേഷനും പോരാത്ത ഗെയിം പ്ലാനും ഒന്നും പോരാ. കുറച്ച് പ്ലേയേഴ്സും കോച്ചും മാത്രമേ അടിപൊളിയുള്ളൂ. കോച്ചിന് 0 GB കിട്ടാത്ത മാത്രം ടെക്ക് അങ്ങനെ പറയാം. റൂബൻ അമോറിമിനെ കിട്ടിയിട്ട് പോലും 3000 ആക്കാൻ നമുക്ക് പറ്റിയില്ല. 2624 ചെക്കൻ വിചാരിക്കണ്ടാവും, ചെക്കൻ്റെ ഓപ്പണൻറ്റ് വിചാരിച്ചിട്ടുണ്ടാവും ഇതാണ് അവൻ്റെ മെയിൻ സ്ക്വാഡ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. മെയിൻ സ്ക്വാഡ് ഇതാണ്. എത്ര പുലൊട്ട ടീമിനൊക്കെ നമ്മൾ എത്ര വട്ടം കണ്ടുവന്നാവും അവൻ്റെ മനസ്സിലുണ്ടാവുക. പക്ഷെ എൻ്റെ ടീം കണ്ടുപോകാൻ കഴിഞ്ഞാൽ 8 ചേർക്കില്ലോ. അപ്പോൾ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലല്ലോ ഗൈസ്. ബെസ്റ്റ് ടീമാണല്ലോ. ഫെർണാണ്ടോ ടോറസ് ഗൈസ്. ലാഗും വരുന്നുണ്ട്. എന്ത് ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒക്കെ ലാഗും വരുന്നത്. അതാ ലാഗ് ഇങ്ങനത്തെ ലാഗൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഗൈസ്. കൂണ്ടെ, ഡൊനാഡോണി, ഫെർണാണ്ടോ ടോറസിലേക്ക് പോയി. ജസ്റ്റിൻ റോഡ്രി എടുക്ക്. അവിടെ നമുക്ക് ബാക്കൊക്കെ നല്ലതാണെങ്കിലും ലെഫ്റ്റ് ബാക്ക് കൂടി ഒരു അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. അവിടെയൊക്കെ ഏതോ ഒറ്റ സാധനമാണ്. അങ്ങനെയൊക്കെ സുഖമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകും. അതാ പോകുന്നത്. ഭാഗ്യത്തെ രക്ഷപ്പെട്ടു. പെഡ്രോ പോറോ ഒക്കെ ഉണ്ട്. പെഡ്രോ പോറോ അല്ലേ അത്? ഈ ഗൈസ് പെഡ്രോ പോറോ വേണ്ടി പോയി. റൈറ്റിക്ക് നോക്കിയാൽ വേണ്ട, ലെഫ്റ്റിക്ക് നോക്കിയാലും അവിടെ ഇപ്പോൾ ആരാ നമ്മൾ ലെഫ്റ്റ് ബാക്കുള്ളത്? സനേട്ടി ഉണ്ട് ലെഫ്റ്റ് ബാക്ക്. ആ ഒരു ഇതുണ്ട്. സനേട്ടി പറഞ്ഞ പോലെ തന്നെ സനേട്ടി എടുത്തിട്ടുണ്ട്. ഉണ്ട് സനേട്ടി ഹുയ്സൺ ഫോർലാൻ. ഗൈസ് ഞാൻ മുടി വെച്ചാൽ നോക്കിയത്. ഫോർലാൻഡി ഹുയ്സൻ്റെ മുടിയൊക്കെ ഒരേമാതിരി അല്ലേ? ഞാൻ മിസ്സിലടിക്കും വിചാരിച്ചിട്ടാണ്. ഇങ്ങനത്തെ കളിച്ചല്ലേ ഗൈസ്. വൈ കളി കയ്യാന്നേരം ഗൈസ് പോരാടിച്ചിട്ടുണ്ട്. സമനിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ചെറിയൊരു വിഷമമുണ്ട്. കഷ്ടിച്ച് കളിച്ചതല്ലേ, അവരിതുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് ഹാഫ് പിടിക്കാൻ കഴിയുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ സെക്കൻഡ് ഹാഫിലോട്ട് ഇറങ്ങാൻ പോവാണ്. ചെക്കൻ വരണം, അവനെ കാത്തുക്കണം. ചെക്കൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കളിയിലോട്ട് പോകാം. ഡൊനാഡോണി ഗൈസ് വീണ്ടും ബോൾ പോയി. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. നമ്മളത് പറഞ്ഞാൽ റൈറ്റ് വിങ് നോക്കുകയാണെങ്കിൽ പൊട്ടാൻ, റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ പൊട്ടാൻ,
ലെഫ്റ്റ് പിന്നെ മിഡ് നോക്കുകയാണെങ്കിൽ അതും പൊട്ടൻ. പിന്നെന്താ കാര്യം? പക്ഷേ ബാക്കിയെല്ലാം ട്രൈ ചെയ്യാൻ നമുക്ക് ആൾക്കാരില്ലാണ്ടല്ല, അറ്റാക്ക് ചെയ്യാൻ കഴിയണില്ല. ഇടയിൽ നമുക്ക് ഈ ജോബ് ബെല്ലിംഗ്ഹാമിനൊക്കെ കൊടുക്കുമ്പോൾ ജോബ് ബെല്ലിംഗ്ഹാമിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും, ബോൾ പോവും, എന്നിട്ട് ഓർക്ക് കിട്ടും, ഓരത് ഗോൾ അടിച്ച് കൺവേർട്ട് ചെയ്യും. അതാണ് പ്രശ്നം. അത് എനിക്ക് ഇഷ്ടമായിട്ട് ജോബ് ബെല്ലിംഗ്ഹാമിനെ. ഫോർലാനും ഇഷ്ടമായി. ബെല്ലിംഗ്ഹാം അടിപൊളി. ഫോർലാനെ ടോറസ് ഓടിക്കോ കിട്ടിയ ചാൻസ് ചെയ്യുന്നു, അതും പുളക്കി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഫോർമേഷൻ ഒന്നും ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ വെറുതെ ഇതാട്ടോ. ബസ് അത് ഫൗളല്ല തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് വരാനിട്ട് ഓർക്ക് ത്രോയും വല്ലാത്തൊരു തന്നെ ആയിപ്പോയി കേട്ടോ കൊണാമി. ഗൈസ് റൈക്കാർഡ് ബോളും കിട്ടില്ല. ഡക്ലാൻ റൈസ് ഡൊനാഡോണി എടുത്തിട്ടുണ്ട്. ഫോർലാൻ ഒരു ത്രൂവും കൊടുത്തിട്ടുണ്ട്. എടാ അർണോൾഡ് ഗൈസ് ടോറസ് എടുത്തിട്ടുണ്ട്. വീണ്ടും ഈ അർണോൾഡ് കാരണമാണ് അടുത്ത ഗോൾ അടിക്കാൻ സമ്മതിക്കാത്തത്. അടുത്ത ഗോളിന് ഫോർലാൻഡിന് നല്ല ചാൻസ് കിട്ടും, അത് മിസ് പാസ്സാക്കിയാണ്ട് അർണോൾഡ് ഇങ്ങനെ മുമ്പിൽ കയറി വരും. അതുകൊണ്ടാണ് എനിക്ക് ചൊറ തോന്നണത്. ഗൈസ് ഇങ്ങനത്തെ ചൊറ പരിപാടിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ ഇപ്പം നിങ്ങളൊക്കെ പറയുന്നത് അത് ത്രൂ കൊടുത്തിട്ടാണ് എപ്പോഴും. അത് വേറെ കാര്യമില്ല, ത്രൂ കൊടുത്തിട്ടൊന്നുമല്ല കേട്ടോ. ആവും, അത് വേറെ കാര്യം. ഗൈസ് ബെല്ലിംഗ്ഹാം വീണ് കളിച്ച കാര്യമാണ്. യു ആർ റഷിങ് ദി പ്ലേ. കറക്റ്റാണ്, ഞാൻ റഷിങ് ആണ്. കാരണം വെച്ചാൽ അത് ത്രൂ എപ്പോഴും നമ്മൾ കൊടുത്താൽ വരുന്നതാണ് കേട്ടോ, റഷിങ് ദി പ്ലേ. യു ഹാവ് ടു 7 മിനിറ്റ് ആയപ്പോൾ ഇതിന് ഔട്ട് വൈഡും കൂടി ആകുമ്പോൾ ഗൈസ് ഞാൻ മറന്നുപോയി. റൈറ്റിങ്ങും ലെഫ്റ്റിങ്ങും ആണല്ലോ വേണ്ടില്ലേ ഗൈസ്. ഫെർണാണ്ടോ ടോറസ് ഒന്ന് കൊടുക്കടാ. ജോസ്കോ ഗുവാർഡിയോള ടോറസ് ഫൗൾ. ഇറ്റ്സ് എ ഫ്രീ കിക്ക്. ഒന്ന് പോസ്റ്റിക്ക് നേർക്ക് പോയാൽ മതി ഗൈസ്. പിന്നെ ആ ജോബ് ബെല്ലിംഗ്ഹാമിനെ നമുക്ക് അടിക്കാൻ വിടല്ലോ കേട്ടോ. കുത്തി പൊളിച്ചാലും ഫോളാൻ വിടട്ടെ. യെസ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, അങ്ങനെ ഇത് അടിക്കലാറില്ലല്ലോ ഗൈസ്, ഞാൻ കാണിച്ചുതരാം. ഇതൊരു ഗോൾ കണ്ടോളിയാ, കോർണറല്ലേ? അത് ഞാൻ എടുത്തോളാം. കോർണറൊക്കെ അത് വാളിൻ്റെ തലമ തട്ടി പോയതുകൊണ്ട് കോർണർ ഇട്ട്. ശരിക്കും ബോസ്റ്റിൽ ഇങ്ങനെ ചിപ്പ് ചെയ്ത് വരികയാണ് ഗൈസ്. നമുക്ക് ഡൊനാഡോണി ഉണ്ട്. ഇങ്ങനെ പോവാം, അത് ഇങ്ങനെ പോവാം, അത് വെറുതെ അടിച്ച് നോക്കാം. ഇല്ല ഗൈസ്, കളി സമനിലയായ പറഞ്ഞാലും അത് കുഴപ്പമൊന്നും ഇരുന്നാലും ചെറിയൊരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് 3 ആൾക്കാരെ പ്ലേസ് ഉള്ളൂ. അത് പറയണ കാര്യമില്ല. കോച്ചും പോരാ, ഫോർമേഷനും പോരാ എന്നുള്ള രീതിയിൽ. കോച്ച് കുഴപ്പമെങ്കിലും ഫോർമേഷൻ തീരും പോരാ. ഗൈസ് ഡൊനാഡോണി നീ ക്ലിയർ ചെയ്യേ, അത് അടിപൊളി. ടോറസ് ജോബ് ബെല്ലിംഗ്ഹാം അവിടെ പെട്ടെന്ന് അവിടെ കൊടുക്കടാ. നമുക്ക് ഇതില്ല, ബേസ് കാർഡാണ്. പക്ഷേ ആ കളി കളിച്ചാൽ പോരാ. ഒന്നൊന്നര കളി കളിച്ച് കാണിച്ചു കൊടുക്കണം. ഇജ്ജ് ആരാന്നും ഇജ്ജ് എവിടെ നിന്ന് വന്നവനാന്നൊക്കെ ഉള്ള കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇജ്ജ് കത്തുള്ളൂ. ഉമ്മയെ ഫോടനെ. ഗൈസ് ഒലിവർക്കാണ്ടാ പണ്ടേ സീനിടാ. ഒലിവർക്കാൻ ഇല്ലാണ്ടെങ്കിലേ കൊള്ളാന് ഗൈസ്. ഇത് ഇപ്പോഴൊന്നും കളിക്കൂല. കളിച്ച് ഇപ്പോൾ ഒരു ഷോട്ട് വരും ഉറപ്പിനും. ഗൈസ് എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെടും. ഇപ്പോൾ വിളിച്ച് ബാർമ തട്ടി പോയി ഗൈസ്. ഒന്നും പറയാനില്ല, ബെസ്റ്റ് ഷോട്ട് തന്നെയാണ്, ഇഷ്ടമായും ചെയ്ത്. പക്ഷെ ബാർമ തട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നും പറയാം. ഞാൻ വിചാരിച്ചു ഇനി നെയ്മറിന് വേണ്ടി ഒരു ബ്ലിറ്റ്സ് കോളർ വരുന്ന അദ്ദേഹത്തിന് അന്ന് വരേണ്ട ആവശ്യം വന്നില്ല. റൈക്കാർഡ്, ഡക്ലാൻ റൈസ്, റോഡ്രിഗോ, ഹംനർ, ഇതൊക്കെ ഏതൊന്ന് പ്ലേയേഴ്സേ. 1 മിനിറ്റാണ് ആഡ് ഓൺ ടൈം. നമ്മൾ സമനില പിടിച്ച കാര്യം നമ്മൾ അറിയിക്കട്ടോ. ബസ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ സമനില പിടിച്ച്. ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ട കളിയായിരുന്നു. അത് ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് നിമിഷത്തിൽ വെച്ച് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിട്ടാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ പോണേ. ടാറ്റാ.